നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. മുഴുവൻ മനസ്സിലായതുമില്ല. മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. താൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അവന്തിയേട്ടത്തെ കുറിച്ചല്ലേ? അവന്തിയേട്ടത്തെ കൊല്ലുമെന്നോ? ഇന്നിപ്പോ വേറൊരു നിവൃത്തിയും കണ്ടില്ലെങ്കിൽ സന്ദീപിന്റെ ആതിരയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിക്കും. അപ്പോ വലിയ പ്രശ്നങ്ങൾ നടക്കും. അതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സന്ദീപിനെ കൊണ്ട് ഏതു വിധേനയും അനഘയെ കല്യാണം കഴിപ്പിക്കാൻ കാത്തിരിക്കുന്ന അവന്തിയെടുത്തി അതിനൊക്കെ പകരം ചെയ്യുമായിരിക്കും. പക്ഷേ തന്റെ ഒരു നിഗമനം തെറ്റാണ്. എത്ര വാശിയുണ്ടെങ്കിലും ഒരു കൊലപാതകം ചെയ്യാനുള്ള മനസ്സൊന്നും എടുത്തിക്കില്ല. മാനേജർ വിജയെ കൊന്നത് ഞാൻ തന്നെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, കൊല്ലും ഞാൻ വെറുതെ പറയുന്നതല്ലാന്ന്. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക. നല്ല വഴിയിലൂടെ മാത്രം നടക്ക്. എന്റെ വഴി കൊല്ലും കൊലയും രക്തവും ഒക്കെ നിറഞ്ഞതാ. ചിലപ്പോ നമ്മളിത് മുൻകൈ എടുത്ത് നടത്തിയോണ്ട് വലിയൊരു പിണക്കത്തിലേക്ക് ചെന്നെത്തുമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ ദിവസത്തെപ്പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. എല്ലാവരും എല്ലാം അറിയുന്ന ദിവസത്തെപ്പറ്റി. അച്ഛൻ ചിലപ്പോ എല്ലാം ക്ഷമിച്ചാലും അവന്തികടുത്തേക്ക് അതൊരു വലിയ ഷോക്കായിരിക്കും. അമ്മയുടെ സ്നേഹം തന്ന് ഞങ്ങളെ മൂന്നുപേരെ നോക്കിയ ആളായി എടുത്തി ആ മനസ്സ് വേദനിപ്പിക്കുന്നതിന് എന്ത് ശിക്ഷയാണോ ഈശ്വരന്റെ കോടതിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? ഏട്ടത്തിന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ. എല്ലാം വരും പോലെ വരട്ടെ. അല്ല എന്താ പറയാനാ? ഒരു കാര്യം ഞാൻ അർച്ചനയ്ക്ക് ഉറപ്പ് വരാം. ഇന്ന് ഈ വിവാഹം നിശ്ചയം നടക്കുമെന്ന് ഉറപ്പായാൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ എല്ലാം പറയും. അതിനുശേഷം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം എനിക്ക് എൻ്റെ അനിയനെ കണ്ടെത്തണം. ഇനി മറ്റൊരു പ്രതീക്ഷ എനിക്കില്ല. തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോയെന്ന് വരാം. തൻ്റെ അച്ഛനും അമ്മയും അനൂപേട്ടനും ഉൾപ്പെടെ. നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും താൻ പിടിച്ചു നിൽക്കണം. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് മനസ്സിലായി സച്ചേട്ടാ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒന്നും ചെയ്യാനാവില്ലല്ലോ നമുക്ക്. സച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും അവസാനം പറഞ്ഞത് എനിക്ക് വേണ്ടതിലേറെ ധൈര്യം തരുന്നതാ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയ സമയത്തൊക്കെ അത് നിസ്സാരമായി മറികടന്ന് പോയിട്ടുണ്ട് നമ്മള്. അതുപോലെ ഇന്നും ഈശ്വരനൊരു വഴി കാണിച്ചു തരും നമുക്ക്. അഥവാ അങ്ങനെയല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള അവസാനവും ഇന്ന് തന്നെയാവും. എന്താണോ എന്തെങ്കിലും വഴി തെളിഞ്ഞു വരുന്നുണ്ടോ? അല്ല, ഈ നിശ്ചയം മുടക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കുകയല്ലേ താൻ? അതിനുള്ള എന്തെങ്കിലും എളുപ്പവഴി തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് ചോദിക്കായിരുന്നു ഞാൻ. ഹലോ, ആ ഡോക്ടർ, ഞാനും സച്ചേട്ടനും ഇറങ്ങി. ആണോ? എവിടെ വെച്ച്? ആ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ ഇറങ്ങാം. ആ ശരി ഡോക്ടർ, ഞാൻ വിളിക്കാം. സച്ചേട്ടാ, എന്നെ ഇവിടെ നിന്ന് ഇറക്കാവോ? താനിവിടെ ഇറങ്ങി എവിടെ പോവാ? സന്ധ്യ ഡോക്ടർ വിളിച്ചത്. ഡോക്ടറും വീട്ടിലേക്ക് വരാണെന്ന്. അതിനെന്താ? അതിനുമ്പ് ഡോക്ടർക്ക് അത്യാവശ്യ സ്ഥലം വരെ പോകാനുണ്ടെന്ന്. ഞാനും കൂടെ ഒന്ന് ചെല്ലും. വണ്ടി ഒന്ന് നിർത്തുവോ? ഇതിനിടയ്ക്ക് താൻ പോയാലെങ്ങനെ? ഞാൻ വേഗം ഡോക്ടറെയും കൂട്ടി അങ്ങോട്ടേക്ക് വരാം. ആ, എങ്കിലും ഒരു കാര്യം ചെയ്യാം. ഡോക്ടർ വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എവിടെ പോകണ്ടെന്ന് വെച്ചാൽ അവിടേക്ക് പോകാം.
എന്നിട്ട് നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് തന്റെ വീട്ടിലേക്ക് പോകാം. താനില്ലാതെ ഞാൻ എങ്ങനെ അവിടെ ചെന്ന് കയറുന്നേ? അതൊന്നും കുഴപ്പമില്ല. നമ്മൾ രണ്ടുപേരും താമസിച്ച അമ്മ അച്ഛനൊക്കെ എന്ത് കരുതും? അതുകൊണ്ട് സച്ചേട്ടൻ അങ്ങ് പൊയ്ക്കോ, ഞാൻ വന്നോളാം. ഞാൻ താമസിക്കുന്ന അമ്മയെ വിളിച്ച് പറഞ്ഞോളാം. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. താൻ വേഗം അങ്ങ് വന്നേക്കണേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഞങ്ങൾ വേഗം വന്നേക്ക് സച്ചേട്ടാ. ആ ഹലോ, സന്ധ്യ ഡോക്ടർ പറഞ്ഞ ആളല്ലോ. എവിടെ എത്തി? ഞാനിവിടെ ജംഗ്ഷനിലുള്ള സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. എത്താറായോ? ആ ശരി, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ആ ഓക്കെ. സന്ധ്യ ഡോക്ടർ പറഞ്ഞ ആളല്ലേ? ഡോക്ടർ, ഞാൻ കാറിൽ കയറി. ഇല്ല, സച്ചേട്ടന് സംശയമൊന്നുമില്ല. സച്ചേട്ടനെ അഥവാ ഡോക്ടറെ വിളിച്ചാലും ഡോക്ടർ ഫോൺ എടുക്കണ്ട. ആ ശരി ഡോക്ടർ, ഞാൻ വിളിച്ചോളാം. ആജയ, ആ ഡോക്ടർ, അവധി എടുത്തിയോ? ആ വഴിക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നെന്ന് തോന്നുന്നു. നിർത്ത. ഡോക്ടർ, ഞാനിപ്പോ വിളിക്കാം. നീ ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്നാ മതി. ഞാനിപ്പോ തന്നെ എത്തും. അതൊക്കെ വന്നിട്ട് പറയാം. ഓക്കെ. ചേട്ടാ, വണ്ടി എടുത്തോ. ആ വണ്ടിയുടെ പുറകെ പോണേ. വേഗം പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.